ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കോംബോ ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ട് മാത്രമല്ല പിസയൊക്കെ പോലെ കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാബേജിൻ്റെ പകുതിയുടെ പകുതി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ നീളത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അപ്പോഴാണ് കാണാനൊക്കെ നല്ല ഭംഗി കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാപ്സിക്കം കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വെജിറ്റബിളിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾ എടുക്കുക കേട്ടോ. ഞാനിവിടെ വലിയ സൈസിലുള്ള പാനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ പാനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മാത്രം വെജിറ്റബിൾ എടുത്താൽ മതി. ഇനിയിപ്പം വെജിറ്റബിൾ കൂടിപ്പോയാലും പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഉച്ചയ്ക്ക് തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. മിക്സ്ഡ് തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള 2 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയും വെജിറ്റബിളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ 1/4 കപ്പ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇത്രയും മതിയാവും. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 3 സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ അതായാലും മതിയാവും. അപ്പോൾ പാല് കുറച്ച് കുറവായത് കൊണ്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്, കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് എപ്പോഴും ഇതുപോലെ ബട്ടറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴല്ലേ, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബട്ടറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇതുപോലെ ജസ്റ്റ് ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കളറ് ചേഞ്ചായി പോകരുത് കേട്ടോ, അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് ടൈമൊന്നും വഴറ്റിയെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 1-2 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇത് വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിപ്പം ആ ഒരു ബട്ടർ വെജിറ്റബിളിലൊക്കെ പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വെജിറ്റബിളിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഈ ഒരു സമയത്ത് ഞാനിതുപോലെ വെജിറ്റബിളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ബാറ്റർ എത്രമാത്രം ലൂസാണെന്ന്. ഇതുപോലെ അധികം തിക്കായി പോവാതെ ഇങ്ങനെ ലൂസായിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ.
എന്നിട്ടിതാ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ കയ്യിലുള്ളവരാ എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതില്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഓപ്ഷണലാണ്. അപ്പം കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ റെസിപ്പി. ഇനി ഇത് റെഡിയായി വരുന്ന സമയത്ത് കാണാൻ ഇതിലും ഭംഗിയാണ് കേട്ടോ. കഴിക്കാനാണെങ്കിലും ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം ടേസ്റ്റ് ആണെന്ന്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയായി വരുന്നത് പോലെ ഉണ്ടാവും. ആ ഒരു സമയത്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 3 എഗ്ഗ് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര എഗ്ഗാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ വല്ലാണ്ടങ്ങ് മുകൾ ഭാഗം റെഡിയായതിന് ശേഷം ഇതുപോലെ എഗ്ഗ് വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ സെറ്റായി കിട്ടില്ല. ഇതുപോലൊരു ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് മാത്രം എഗ്ഗ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ മൊസറല്ല ചീസ് ആകുമ്പോൾ കാണാൻ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ചീസ് ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചൂടി കിടന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചീസ് മെൽറ്റായി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ, അത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മുകളിലുള്ള ആ ഒരു ചീസും കൂടി ഒന്ന് മെൽറ്റായി വരേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലിയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ എരിവ് കുറഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ടുള്ള എരിവാണ് കേട്ടോ ഇതിന്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള എരിവൊക്കെ ആവുന്നത്. എന്ന് കരുതിയിട്ട് വല്ലാണ്ടങ്ങ് എരിവൊന്നും ഇല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ഒരു മുകളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽട്ടാവുന്നത് വരെ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പണിയുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആവുന്നുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വളരെ ഈസിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ പിസയൊക്കെ പോലെ കഴിക്കുകയാണെങ്കിലും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയോ അല്ലെങ്കിൽ ലൈറ്റ് ചൂടിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിത് ചൂടോട് കൂടെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.